കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സംഭവം എന്താ? നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സിൻ്റെ കളറാണോ അതോ ജ്വല്ലറി ആണോ നമ്മളെപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്നത്? പറയാൻ പറ്റുമോ? ജ്വല്ലറി ഉണ്ട്, ഡ്രസ്സും ഉണ്ട്. ഡ്രസ്സിൽ കളറാണോ മെയിനായിട്ട് വരിക? കളറാണ് മെയിനായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതിനൊരു അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഫെയർ സ്കിന്നാണെങ്കിൽ നമ്മൾക്ക് പേസ്റ്റൽ കളേഴ്സ്, ബേബി പിങ്ക്, അതുപോലെ ലാവൻഡർ, ഇതൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി സ്കിന്ന് കുറച്ച് മീഡിയം സ്കിന്നാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പീച്ച്, ടീല്, മെറൂണ് അതൊക്കെ ചൂസ് ചെയ്യാം. ഇനി അത് കൂടാണ്ട് ഡസ്കി സ്കിന്നാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, മസ്റ്റാർഡ്, വൈന്, അതുപോലെ എമറാൾഡ് ഗ്രീൻ. ശരിയായ കളറ് നിങ്ങളെ ഗ്ലോ ആക്കി തരും. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചെറിയ ടിപ്സാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇനി നമ്മളെപ്പോഴും കളറ് അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫങ്ഷൻ ഏത് ടൈപ്പാണെന്ന് നോക്കണം. ഇപ്പം മോർണിംഗ് ഫങ്ഷൻ ആണെങ്കിൽ നമ്മളെപ്പോഴും ലൈറ്റ് കളേഴ്സ്, സിമ്പിൾ ഡിസൈൻ. അതുപോലെ ഇനി ഈവനിങ് ആണ് ഫങ്ഷൻ എങ്കിൽ നമ്മൾ ഡാർക്ക് കളേഴ്സ്, അതുപോലെ റിച്ച് ലുക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഒരു കാര്യം. ഇനി ജ്വല്ലറി എങ്ങനെയാണ് മാച്ച് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഹെവി ആണെങ്കിൽ ജ്വല്ലറി ലൈറ്റ് ആക്കുക. ഇനി നമ്മുടെ ഡ്രസ്സ് ഹെവി അല്ല, ജ്വല്ലറി ഭയങ്കര ഹെവി ആണെങ്കിൽ, ജ്വല്ലറി കൂടുതൽ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഡ്രസ്സിനെ കുറച്ച് എന്താ പറയുക സിമ്പിളാക്കുക. അപ്പോൾ അതെല്ലാം ഓപ്പോസിറ്റ് ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മൾ ഗോൾഡ് ഉപയോഗിക്കുന്നത്, ഇപ്പം ഗോൾഡ് ജ്വല്ലറി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാനാണ്. ട്രഡീഷണൽ ലുക്കാണ് അത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ സിൽവർ ജ്വല്ലറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ട്രെൻഡി ഒരു ലുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ ഡയമണ്ട് അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റിച്ച് ലുക്കാണ് നമ്മൾക്ക് കിട്ടുക. ഇത് മൂന്ന് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഓവർ മാച്ചിങ് ഒഴിവാക്കാം. ഡ്രസ് കളറിൻ്റെ അതേ സെയിം ജ്വല്ലറി വേണ്ട. കോൺട്രാസ്റ്റ് ആയാൽ ലുക്ക് എലിവേറ്റ് ചെയ്യും. കംഫർട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കോൺഫിഡൻസായി ഫീൽ ചെയ്യുന്ന ഔട്ട്ഫിറ്റ് തന്നെയാണ് ബെസ്റ്റ്.